അങ്ങനെ ഏകദേശം 2 മാസം മുന്നേ ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് കൈയാകെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് നമ്മൾ ഉപയോഗിച്ചത് ഫ്ലെക്സ് ക്യൂക്ക് ആയിരുന്നു. ഇന്ന് വെറുതെ ഒക്കെ നേരാക്കുന്ന സമയത്താണ് ഇതിന്റെ കണ്ണുപെട്ടത്. എന്നാൽ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അന്നത്തെ പോലെ ഫ്ലെക്സ് ക്യൂക്ക് ഒന്നും എടുക്കണ്ട, സാധാ ഗ്ലൂ ഗൺ വെച്ചിട്ടുണ്ടാക്കാം. 2 സെല്ലോ ടാപ്പിന്റെ റിങ് ഇതുമാതിരി കൂട്ടിട്ടിച്ചെടുത്തതിന് ശേഷം ഒരുപാട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാൾ ഗ്രിഡ് ഉണ്ടായിരുന്നു. പേപ്പർ സ്ട്രോ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കേടന്നിരിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുമാതിരി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 കുറച്ച് എളുപ്പത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റത്തിന്റെ അടിയൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഒരു കാർബോർഡ് ഷീറ്റ് എടുത്തിട്ട് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട്. ആദ്യം പെൻ ഹോൾഡർ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നെ നമ്മളിപ്പോൾ അടുത്തുണ്ടാക്കിയതൊക്കെ അതൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് വേറെ റൈറ്റ് ഉണ്ടാക്കാം. എന്താ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 നമ്മൾ വലുത് കട്ട് ചെയ്തല്ലോ, അത് മാത്രം 3 ഇടങ്ങളിലായിട്ടൊന്നും ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട്. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളറിലല്ല, നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റണം. അപ്പോൾ ആദ്യം നമ്മളിതിനെ ഒട്ടിച്ചതിൻ്റെ പാടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബ്ലാക്ക് കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ കയ്യൊക്കെ ആകെ നാശമായിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഒരു കുഞ്ഞ് ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കല്ലുകൾ കൂടെ പെറുക്കിയിടുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫേക്ക് പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്യൂലിപ്പ് ഫ്ലവർ കൂടി ഉണ്ടായിരുന്നു, അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ ഈ ഒരു ഡെസ്കിന് മുകളിൽ ഇതും എന്നും കാണും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് മറക്കണ്ട.